ഇനി മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കൊട്ടാരക്കരയിൽ വൻ ലഹരിവേട്ട MDMA-യുമായി 3 യുവാക്കൾ പിടിയിലായിട്ടുണ്ട്. ബിപിൻ, അനന്തു, അതുൽ എന്നിവരാണ് പിടിയിലായത്. ഇവരിൽ നിന്ന് 150 ഗ്രാം MDMA ആണ് പിടിച്ചെടുത്തത്. ഷമീർ അബ്ദുള്ളാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഷമീർ, വലിയ വിവാദങ്ങളുടെയൊക്കെ ഒരു പശ്ചാത്തലവും ഏറെ ഉണ്ട് ഇപ്പോൾ നമുക്കിടയിൽ. തൂഫാന്റെ ഭാഗമായി പിടിയിലായവരിൽ പക്ഷേ തൂഫാൻ അതിന്റെ ഭാഗമായി പിന്നാക്കം പോയി എന്നൊക്കെ പ്രതിപക്ഷം ആരോപിക്കുന്ന ഒരു ഘട്ടവുമുണ്ട്. പക്ഷേ പിന്നാക്കം പോയിട്ടില്ല. അതാ വീണ്ടും വലിയൊരു ലഹരി വേട്ടയാണ് നടത്തിയിരിക്കുന്നത്. 150 ഗ്രാം MDMA ആണല്ലോ പിടിച്ചെടുത്തിരിക്കുന്നത്. വിശദാംശങ്ങൾ. തീർച്ചയായിട്ടും ഓപ്പറേഷൻ തൂഫാനിൽ നിന്നും പോലീസ് ഒട്ടും പിറകെ പോയിട്ടില്ല എന്ന് വേണം പറയാൻ. ഇന്ന് പുലർച്ചയോടുകൂടിയാണ് ഇത്തരത്തിൽ ഈ MDMA-യുമായി വന്ന യുവാക്കളെ പിടികൂടിയത്. ഇവർ വലിയൊരു നെറ്റ്വർക്കിന്റെ ഭാഗമാണ്. വാട്സാപ്പ് വഴിയും സമൂഹ മാധ്യമങ്ങൾ വഴിയുമായിരുന്നു ഇവരുടെ പ്രധാന കച്ചവടമെന്ന് പോലീസിന് മനസ്സിലായി. ഇതിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ വന്ന വാഹനം പോലീസ് പിടിച്ചെടുത്തത്. ഇതിൽ നിന്നാണ് 150 ഗ്രാം MDMA പിടിച്ചെടുത്തത്. ചെറുകിട കച്ചവടക്കാരിൽ നിന്നും ലക്ഷങ്ങൾ പിരിച്ച ശേഷമാണ് പ്രതികൾ ബാംഗ്ലൂരിലെത്തി അവിടെ നിന്നും MDMA ഇവിടെ നിന്ന് കടത്തിക്കൊണ്ടുവരുന്നത്. എന്തായാലും പിടിയിലായവരിൽ നിന്നും ബാംഗ്ലൂരിലെ പ്രധാന ഏജന്റിനെ കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പോലീസ് ബാംഗ്ലൂരിലേക്ക് പോയി ഈ പ്രധാന ഏജന്റിനെ പിടികൂടാനുള്ള നീക്കത്തിലാണ് പോലീസ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും കൊട്ടാരക്കര പോലീസാണ് ഇന്ന് പുലർച്ചയോടുകൂടി 150 ഗ്രാം MDMA പിടികൂടിയത്. ഷാമിലി. ശരി, ഷമീർ അബ്ദുൾ വിവരങ്ങൾ നൽകിയത്.